ഐ മഡോണ തെരേസ് മാരിയോ ആൻഡ് ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. സോ ഇത് കൗസ്തഫ് മുരളീധരൻ, ആൻഡ് മേരി, ഓയിഷിക, സിജിൻ, മറിയം, തേജ ലക്ഷ്മി. സോ ഞാൻ കൗസ്തു, മറിയം, തേജ, ഓഷ് സൈക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ആൻഡ് മേരി, സിജിൻ, ഇവർ രണ്ടുപേരും ബിടെക്. ആൻഡ് ഷൗട്ട് ഔട്ട് ടു ദ ക്യാമറാമാൻ അരവിന്ദ്. അതിന്റെ ഇപ്പുറത്തെ ഒരാൾ ഇരിപ്പുണ്ട്, സോ ഞങ്ങളിപ്പോ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ബിക്കോസ് സക്സസ്ഫുള്ളി ഞങ്ങളുടെ ഫസ്റ്റ് വീക്ക് ആൻഡ് 5 days ഓഫ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ സർവൈവ് ചെയ്തിരിക്കുന്നു ഗൈസ്. സോ വി ആർ ഹിയർ ടു ഷെയർ അവർ എക്സ്പീരിയൻസ് വിത്ത് യു ഓൾ. സോ ഫസ്റ്റ് തന്നെ ഞാൻ കൗസിനോട് ചോദിക്കാൻ പോവാം, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ആസ് എ ബോയ്, ഹൗ വാസ് ഇറ്റ് ഫോർ യു? സൈക്കോളജിയിൽ യഥാർത്ഥത്തിൽ ഒരു ആൺകുട്ടി വരുമെന്ന് പറഞ്ഞാൽ ഈ മെക്കിലൊരു പെൺകുട്ടി എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ആക്ച്വലി സൈക്കിള് ഫസ്റ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറിയ ഞാനാണ് കേട്ടോ, എല്ലാവരും അറിയണം. പിന്നെ ഇറ്റ് വാസ് നൈസ്, ബട്ട് നമുക്കൊരു ഓക്വേർഡ് ഫസ്റ്റ് ഫീൽ ചെയ്യുമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ ഒരു ആൺകുട്ടിയെ ഫസ്റ്റ് ചെല്ലുന്നു, നോക്കുമ്പോൾ പിന്നെ ഒരു ബഞ്ച് ഓഫ് ഗേൾസ് ആണ് കയറി വരുന്നത്. ഞാൻ എന്തോ പറയണോന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഇവരെൻ്റെ ഫ്രണ്ടിലും കയറി വന്നിരിക്കുന്നത്. ഞാൻ എന്തോ ചെയ്യും. ഞാൻ പിന്നെ അവിടുന്ന് നൈസിന് മാറി അപ്പുറത്ത് തന്നിരുന്നത്. ദെൻ ഐ മീറ്റ് ഹെർ, മറിയം. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെരി ആക്ച്വലി നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇവള് എൻ്റെ ബാക്കിൽ വന്നിരുന്നു ആൻഡ് ഇവള് പറഞ്ഞു വേറെ ഏതോ ഒരു ഗുജറാത്തി അല്ലേ, ഏതോ ഒരു പെൺകുട്ടി എടുത്ത് പറഞ്ഞു ഞാൻ ഐ എം ഫ്രം കേരള. ലൈക്ക് മലയാളി നാട്ടിൽ ക്രൈസ്റ്റിൽ വന്ന എപ്പോഴും ചെയ്യണം 2 കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന്, നാട്ടിൽ എവിടാ മലയാളിയാണോ, തിങ്ക് അബൌട്ട് അതാണ് മെയിൻ. ഓക്കെ, ആൻമരി ജോയാനൊന്നും വിളിക്കും. സോ അവസ്ഥ എക്സ്പീരിയൻസ് ഓഫ് ബിടെക്. ഞങ്ങൾ വന്നിട്ട് 2.5 ആഴ്ചയായി. ഫസ്റ്റത്തെ വീക്ക് ഭയങ്കര രസമായിരുന്നു, ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പം ആദ്യമൊക്കെ ഭയങ്കര ഓക്വേർഡ് ഫീൽ ആയിരുന്നു. പറഞ്ഞ പോലെ എനിക്കവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ പിന്നെ എല്ലാവരുമായിട്ട് കമ്പനിയായി. പിന്നെ ഇങ്ങനെ ഒരു ക്രൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോഴ്സ് അടിപൊളിയായി. കോഴ്സ് തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ബിടെക്കാണ്, സപ്ലി പഠിക്കേണ്ട പാസ്സായ ദൈവാനുഗ്രഹം. അതെ, സപ്ലി ആയിട്ട് ക്രൈസ്റ്റ് ചെയ്ത് പിന്നെ പോയി, പിന്നെ നോക്കണ്ട. She's from West Bengal, Kolkata. Yeah. Sorry guys, no Malayalam for me. Only English. I didn't understand anything you all said. When I went into my classroom, I had already made a few friends from the hostel. So Tanvi, who's not here right now, and I sat beside the Ishita. And I found one other friend who was from my previous school. We had our orientation, which was very much fun, and they said that we'll have orientations for the rest of the week. So I was even more happier because we weren't going to start academics so soon. So yeah, and then after a few days I met all these people and they became such good friends, and now I'm with them 24/7 and have nothing other to do. I forget about my studies when I'm around them, although my studies have not started yet. Yeah, and Sijin, let's go. ഞാൻ ബിടെക് മെക്കട്രോണിക്സ് ആണ്. ഞാൻ ഈ ക്രൈസ്റ്റിക്ക് വരുന്ന മുന്നേ ഞാൻ ബാക്കി കോളേജൊക്കെ അന്വേഷിച്ചു. ഞാൻ ഫസ്റ്റ് കോളേജ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡാൻസിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം എല്ലാവരും നോക്കി ഡാൻസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ക്രൈസ്റ്റിൽ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു ക്രൈസ്റ്റ് ചേരാൻ വേണ്ടി. കാരണം ഇവിടെ എക്സ്ട്രാ കരിക്കുലേഴ്സ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും ഡാൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ അമ്മ എല്ലാവരും കൂടി എക്സാമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ടാണ് ഇവരുടെ കൗസ്തു പറഞ്ഞിട്ടാണ് ഒരു ടീം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൽഹാർ എന്നായിരുന്നു ആ ടീമിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിന്ന് അന്വേഷിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ടീം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇന്നലെ ഇരുന്നിട്ട് ഓഡീഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും കൗസ്തുവിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. കൗസ്തു പ്രഹാരനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഡാൻസ് ആയിരുന്നു. അപ്പോൾ ക്രൈസ്റ്റ് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ. Hello guys, I am Teja. About Christ,
ക്രൈസ്റ്റ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വരാൻ. ആൻഡ് എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും എല്ലാം എത്രയോ നല്ലതാണ്. ഒരു നൈസ് പ്ലേസ് ആണ് ടു ഗ്രോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളെ സീനിയേഴ്സിനെ എല്ലാം കാണുമ്പം വി ആർ ഓൾവേസ് ഇൻസ്പയർഡ്. വി want to become like them. So yeah, I am having very much fun. ഹായ് ഗൈസ്, എൻ്റെ പേര് മറിയം. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഫ്രണ്ടായത് അഡോണായിട്ടാണ്. ദെൻ കൗസ്തു. പിന്നെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഈ ഫ്രണ്ട് ഗ്രൂപ്പ് ഇത്രയും. യാ, ഞങ്ങള് ഐ തിങ്ക് ഫോർ അഡ്മിഷൻ. യാ. സോ ഗൈസ്, ഇതായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ്. ആൻഡ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്, ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ എല്ലാവരുടെയും മെയിൻ ഹൈലൈറ്റ് വാസ് ദ സീനിയേഴ്സ്. പക്ഷെ അതെന്തായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ സീക്രറ്റ്, ടോപ്പ് സീക്രറ്റ്. അത് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നിങ്ങൾ ജോയിൻ ചെയ്യുക. That's the only thing. അടുത്ത ഇയർ ഞങ്ങളായിരിക്കും സീനിയേഴ്സ്. ബി അവെയർ ഓഫ് ദാറ്റ്. Yes. സോ ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് വെരി വാം ആൻഡ് വെൽക്കമിങ്, വെരി നൈസ്, ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സീനിയേഴ്സ് ആയാലും ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയാലും. ആൻഡ് വി ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ഓൾസോ ക്രൈസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ് ദാറ്റ് along with studies you should have extra curriculars, because studies മാത്രമേ ഇവിടെ പറ്റില്ല, എക്സ്ട്രാ കരിക്കുലേഴ്സ് മാത്രമേ ഇവിടെ പറ്റില്ല. സോ ഇപ്പം ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയാണ്. ഇവിടെ പലതരത്തിലുള്ള ക്ലബ്ബുണ്ട്. സോ മൂവിങ് ഓൺ ടു കൗസ്തു. ക്ലബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾക്ക് എത്ര ക്ലബ്ബ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. നമ്പർ ഓഫ് ക്ലബ്സ് ഹിയർ ആൻഡ് നമുക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗോയിങ് ഓൺ ലൈക്ക് എല്ലാ ക്ലബും ഒന്നിനൊന്ന് മികച്ചതല്ലേ. നമുക്ക് എന്തൊത്തി ചൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ബട്ട് ഞങ്ങളെല്ലാവരും പക്ഷേ എല്ലാവരും ഓരോ ടീമിന്റെ പാർട്ടാണ് ഇപ്പം, അല്ലേ? ഞാൻ ഉള്ളതെന്ന് പറയുന്നത്, ഞങ്ങളുള്ളത് മിക്കവരും ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ക്ലബ്, ഹൗസ് ഓഫ് മിറ്റ്സിൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് ക്ലബ്. ഞങ്ങളുടെ സീനിയേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്താണ്. ബട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. Last year it was so huge now. Yeah, huge. Very huge. And മറ്റേ മൽഹാർ എന്ന് പറയുന്നത് അവരുടെ ഡാൻസ് ടീമാണ്. ആൻഡ് പ്രഹാർ ഇസ് ദ സ്ട്രീറ്റ് പ്ലേ ആൻഡ് തിയേറ്റർ ടീം. Then there is media and PR, which is backstage, and there is finance and logistics. Even boxing, camera. എല്ലാം ഇവിടെ ഉണ്ട്. ലിറ്ററലി അവർ ലൈക്ക് കൂളാണ്. ഞങ്ങൾ ലൈക്ക് അവരുടെ ഒരു പാട്ടാവാൻ പറ്റിയത് ഞങ്ങൾക്ക് ഏറ്റവും എന്താ സിജിനുള്ളതെന്ന് പറയുന്നത് മൽഹാറിലാണ്. ഹീസ് ഇൻ ഹിപ്പ് ഹോപ്പ്. ഡാൻസിനെ പറ്റി പറയാൻ പറ്റില്ല. ഹീസ് എ ഡാൻസ് ടീച്ചർ ടു. ഹീസ് ഓസം ഗൈസ്. യു ഹാവ് ടു സീ ദാറ്റ്. ആക്ച്വലി നമ്മൾ അതിന്റെ വീഡിയോ ഇടും. സിജിന്റെ ഡാൻസിന്റെ വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതാണ്. ആൻഡ് ഓഷി അത്രയൊന്നുമില്ല. ഇച്ചിരി പൊടിക്ക് അവന്റെ മോണോ ആക്ട് കാണണം. അടിപൊളിയാ. ലൈക്ക് പ്രഹാറിലും മൽഹാറിലും ഞാൻ ഉണ്ട്. ആക്ടിങ്ങിലും ഉണ്ട്, തിയേറ്റർ ടീമിലും ഉണ്ട്, ലൈക്ക് ഡാൻസിങ് ടീമിലുണ്ട്, കണ്ടംപററി ആൻഡ് ബോളിവുഡ്. ആൻഡ് ഓഷിക, ഷീസ് അമേസിംഗ്. ഷീസ് എ ഓൾ റൗണ്ടർ. ആക്ച്വലി ഓൾ റൗണ്ടർ. പ്രഹാറിലുണ്ട്, പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് സൻസാര, ഇറ്റ്സ് ഓൾസോ ഡാൻസ് ടീം. 50. Yes, tell me. Will I compliment myself? Okay. Out of 55 people, 4 were selected. One was me and the other one was Teja Lakshmi. And then 2 other people. Yeah. പിന്നെ തേജയെ പറ്റി പറയാന്ന് വെച്ചാ ഷീസ് എ പ്രൊഫഷണൽ ഭരതനാട്യം പ്ലെയർ. എന്ത് ഡാൻസ് ആയിരുന്നു? ഭരതനാട്യം. A grade in states, right? Yeah. And see, ഇവിടെ എല്ലാവരും ടാലന്റഡ്. she is also in Prahar acting. ആ വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അഡോണയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. It will be coming soon. Okay, അഡോണ. Then we have Mariam, who is also she is also in Prahar. എനിക്ക് അച്ചീവ്മെന്റ്സ് ഒന്നുമില്ല, എന്നാലും ഞാൻ ഡാൻസ് കളിക്കും. ആൻഡ് ഐ ഓൾസോ ഗോട്ട് ഇൻ ടു മൽഹാർ ഹിപ്പ് ഹോപ്പ് ടീം. So yeah, that's it. How was your experience getting into Malhar? Like the seniors were so comforting, they helped you so much. Say it, tell na. Okay, so ഞാൻ ഓഡിഷന് പോയി. പക്ഷേ ഓഡിഷന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഐ ഗോട്ട് റിയലി നെർവസ്. പക്ഷെ അവർ എന്നെ കുറേ ആശ്വസിപ്പിച്ച് പിന്നെ എന്നെ തന്നെ ഇന്ന് വിളിച്ചിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. ആൻഡ് ഐ ഗോട്ട് സെലക്റ്റഡ്. യാ, സോ സീനിയേഴ്സ് ആർ വെരി നൈസ്.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആൻഡ് വി ആൾ ആർ ലുക്കിംഗ് ഫോർവേഡ് ഓൺ ടു ബിക്കമിങ് ലൈക്ക് ദം. യാ, സോ ആക്ച്വലി നമ്മുടെ ക്ലബ്സ് തീർന്നിട്ടില്ല. ഇനിയും ഞങ്ങൾ ഓരോരോ ക്ലബ്ബിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുവാണ്. ഇനിയും ഓഡീഷൻസ് വരുന്നതാണ്. ഓക്കെ, ഞാൻ SW ആണ് നോക്കുന്നത് വോളണ്ടിയറിംഗിൽ. ആദ്യം ഇവിടെ ചേരുന്നതിന് മുമ്പ് എൻ്റെ അട്രാക്ഷൻ ആയിരുന്നു SW ACC. അപ്പം വോളണ്ടിയറിംഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ക്രൈസ്റ്റൈൻസ്. SW എന്ന് പറയുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓർഗനൈസേഷൻ ടീമാണ്. അവരെന്ന് പറയുന്നത് കൾച്ചർ ടീം. ലൈക്ക് ഫെസ്റ്റിന് പോവാതെ ലൈക്ക് ഇൻവിറ്റേഷൻ, ക്രൈസ്റ്റിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻസ് വിളിക്കുമ്പോൾ അവരുടെ ടീം, അവർക്ക് ഒത്തിരി വിങ് ഉണ്ട്. അവരുടെ ലൈക്ക് ദേ ഹാവ് എ മ്യൂസിക് ടീം ഉണ്ട്, വോളണ്ടിയറിംഗ് ടീമുണ്ട്, മീഡിയ ടീമുണ്ട്, 10 സബ് ഡിവിഷൻസ് ഉണ്ട്. ഞാൻ വോളണ്ടിയറിലേക്കാണ് കൊടുത്തേക്കുന്നത്. മ്യൂസിക് ടീമിൽ ബാൻഡ് വോളണ്ടിയർ ചെയ്യാൻ പണ്ട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ ക്ലബ്ബുകളിലാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. കീബോർഡ്, ഹീസ് an all rounder. ചെറുതായിട്ട് അത്ര. തേജ, യു ആർ ഗെറ്റിംഗ് Like Natyarpana is there. Yeah. If you are into classical dance, you have a place here in SWO. There is Natyarpana. So you get to participate in the college organize ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ നാട്യാർപ്പണനെ വിളിക്കുക. I haven't got in. അവരുടെ ഓഡിഷൻസ് നടക്കാൻ പോകുന്നുള്ളൂ. Yeah. Other than all this college stuff, I would like to say we are having a lot of fun for the past, I think, 1.5 weeks. Or how much ever time we've been here. We've been staying till very late in college, and then we've been going back to the hostel, dancing the entire road. Yes, today is Jawan's birthday. Oh, today is Jawan's birthday. 6th. And we cut a cake for her yesterday. We made her cry. He made her cry. He made her cry, and now we are planning on how to make him cry on his birthday. We will make you cry, exactly. സോ ക്രൈസ്റ്റിന് ആക്ച്വലി 5 ക്യാമ്പസും കണ്ടിട്ടുണ്ട്. ഒന്ന് ബാംഗ്ലൂർ സെൻട്രൽ, 6 ബാംഗ്ലൂരിലെ സെൻട്രൽ ക്യാമ്പസ്, ബനർഘട്ട ക്യാമ്പസ്, യശ്വന്ത്പൂർ ക്യാമ്പസ്, കെങ്കേരി ക്യാമ്പസ്, പൂനെ ലവാസ ക്യാമ്പസ് ആൻഡ് ഡൽഹി NCR ക്യാമ്പസ്. ആൻഡ് ഫ്രം ഓൾ ദീസ് 6 ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഞങ്ങളുടെ ക്യാമ്പസാണ്, കെങ്കേരി ക്യാമ്പസ് ഗൈസ്. സോ ദിസ് ക്യാമ്പസ് ഇസ് റിയലി No, I have seen Central. So comparing with everything, this is huge. No, we are Nature. Like ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, ഞങ്ങളൊരു മാവിന്റെ ചോട്ടിലായിരിക്കുന്നത്. So it's like I think we should talk about the canteens here. We should talk about the canteens here. Okay? One of our most favorite canteen is Cairns. I hope she'll put a clip in. Yes. We get all kind of food there. I think our favorite would be the softie. Softie is best. ചിക്കൻ റോൾ, Then chocolava cake. From next time what we'll do, we'll take chocolava cake and put the softie in it. Yes. she already has a stomachache. But yes, Sadona has a stomachache. Then we have the North Canteen where we get amazing lassi. Lassi is very good. It is very. Then we have juice world. അതെ. അപ്പോൾ എല്ലാവരും പതിനൊക്കെ അറിയുന്നതായിരിക്കും ക്രൈസ്റ്റിൻ്റെ കെങ്ങേരി ക്യാമ്പസിൽ ആർട്സ് മാത്രമല്ല ഇവർ സ്പോർട്സിലും ഭയങ്കര ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുട്ബോൾ ടീമിൽ കൊടുക്കണം എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഇവിടെ ചേരുന്ന സമയത്ത് ചേരുമ്പോഴേക്കും ഇവിടെ ലേറ്റായി പോയി. അവരുടെ ട്രയൽസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കാണിക്കുക. ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. അതുപോലെ 2 ബാസ്കറ്റ് കോർട്ടുണ്ട്. ഒന്നിലാണ് ക്യാമ്പ് നടക്കുന്നത് ബാസ്കറ്റ് 3 ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട്. അതിൽ 2 ക്യാമ്പ് നടക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ ടെന്നീസ് കോർട്ടുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് സ്റ്റേജിൻ്റെ അവിടെ. പിന്നെ വോളിബോൾ, ത്രോ ബോൾ, വുമൻസ് ഫുട്ബോൾ ടീം, മെൻസ് ഫുട്ബോൾ ടീം, പിന്നെ ക്രിക്കറ്റ് ടീം എല്ലാം ഉണ്ട് ഇവിടെ. മറ്റേ ആ ഗ്രൗണ്ടിൻ്റെ സൈഡായിട്ട് തന്നെ അത്ലറ്റിക്സിന് വലിയൊരു സെലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേജ് നോക്കുകയാണെങ്കിലും ഇവിടെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. പിന്നെ ഉള്ളിലൊരു വേറൊരു കുറേ സ്റ്റേജ് ഉണ്ട് ഇവിടെ. പിന്നെ ആംപി തിയേറ്റർ പറഞ്ഞിട്ട് ഒരു മരത്തിന് ചുറ്റുമായിട്ടുള്ള അങ്ങനെ ഒരു
അതൊക്കെ അടിപൊളിയായിരുന്നു ഇവിടത്തെ. പിന്നെ അതൊക്കെ തന്നെയുള്ളൂ. സ്റ്റേജസിനെ പറ്റി പറയുവാണെങ്കിൽ മോസ്റ്റ്ലി മെയിൻ സ്റ്റേജ് കെങ്കേരി ക്യാമ്പസിലാണ്. വലിയ ഏറ്റവും വലിയ ഞാൻ ഫസ്റ്റ് വന്നപ്പോ അത് കണ്ണുകൊണ്ട് വേണ്ടി മാത്രം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടില്ലേ. എന്ന് വെച്ചാൽ സ്ക്വിഡ് ഗെയിമില് തോക്ക് വെച്ചേക്കുന്നതൊക്കെ ഫുള്ള് ലൈറ്റ് വെച്ചേക്കുന്നത്. ലൈക്ക് ആ ഒരു വെയിൽ ഫുള്ള് ലൈറ്റ് ആണ്. അത് ഒരിക്കലും ഒരു ഉരത്തും ഇല്ല. ഞങ്ങളത് കാണിക്കുന്നതായിരിക്കും. ലൈക്ക് വലിയൊരു സ്റ്റേജാണ്. അവിടൊക്കെ ഒരു പരിപാടി ചെയ്യുമെന്ന് വെച്ചാൽ ഭയങ്കര. പിന്നെ ഓഡിറ്റോറിയംസും സെമിനാർ ഹാൾസും ഇഷ്ടം പോലെ ഉണ്ട്. എവിടൊക്കെയാണ് നമുക്ക് പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും എടുക്കും ഇവിടെ മൊത്തം അറിഞ്ഞു വരാനായിട്ട് തന്നെ. നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടും ഇവിടെ വന്ന്. ഈ പ്ലേസ് തന്നെ ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ലിറ്ററലി എല്ലാം ഉണ്ട്. ബട്ട് നമ്മുടെ പഠിത്തവും കൂടെ ഫോക്കസ് ചെയ്ത് പോകണം. ഞങ്ങളുടെ അടുത്ത് ഇപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് ആയാലും പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ അക്കാഡമിക്സും അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ കൂടെ. സോ എന്ത് പറയുന്നത്, ബി എ പാർട്ട് ഓഫ് ക്രൈസ്റ്റൈൻ. ദാറ്റ്സ് ഇറ്റ്. So we are ending. So guys, we are ending. So പറയുകയാണെങ്കിൽ ക്രൈസ്റ്റ് ഇസ് അടിപൊളി. പക്ഷേ എക്സ്ട്രാ കരിക്കുലേഴ്സിന്റെ ഒപ്പം വിൽ ഹാവ് ടു ഫോക്കസ് ഓൺ അവർ അക്കാഡമിക്സ്. That is one important thing. Attendance guys, attendance 85% ആണ് ഇവിടുത്തെ attendance. അത് പോയാൽ no hall ticket. So that is also very important. ID card very important. Formals. Yes, ഇവിടുത്തെ dress code is like kurta and pant for girls. For men it's also we can wear formals, and for men same formals. So ഇവിടെ like if നമ്മൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ we will be very disciplined. At the same time we'll also have fun. At the same time we'll also have fun. മൊത്തം ഫൺ. നമുക്ക് അവിടെ 4 മണി കഴിഞ്ഞ് പിന്നെ അടിപൊളിയാണ്. We are making use of the time. We don't have any academic pressure. yes. നമുക്ക് വരുന്ന വഴിക്ക് കാണാം എന്തുമായിരിക്കും ഞങ്ങളുടെ അക്കാഡമിക് ഡൗൺഫാൾ ആണോ കംബാക്ക് ആണോ നമുക്ക് കാണാം. ഒരു CIA കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. 2 മാസം ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും. അപ്പൊ ഈ മുഖം ഇങ്ങനെ തന്നെ കാണണം. ചിരിച്ചു കാണുമോ കരഞ്ഞു കാണുമോ അപ്പൊ കാണാം. സോ എന്തായാലും guys ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഇത് ഇതോടെ കഴിയുന്നില്ല. So see you guys soon. Ta-ta.